നമ്മളിപ്പോൾ ലൈഫിൻ്റെ ഓരോ ദിവസം ഓരോ ടൈപ്പ് സ്ട്രഗിൾസ് ആയിരിക്കും, വെറൈറ്റി സ്ട്രഗിൾസ് ഒക്കെ ആയിരിക്കും നമുക്ക് വരുന്നത്. ഒന്ന് തിരുന്നതിന് മുമ്പ് അടുത്ത് ഇടി പടക്കം പൊട്ടിച്ചുകൊണ്ടൊക്കെ ആയിരിക്കും വരുന്നത്. നമ്മൾ വിചാരിക്കും ദൈവമേ ഇനിയും തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നാ ചെയ്യും. പക്ഷെ നമ്മൾ നമ്മുടെ ലൈഫിലോട്ട് എങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി, ഇത് എങ്ങനെയാണ് നമ്മൾ പിടിച്ചു നിന്നത്. ഇപ്പോൾ ഈ ആയുസ്, നിങ്ങൾ ഓരോരുത്തരുടെയും പ്രായം ഡിഫറൻസ് ആണ്, ഓരോ സ്ട്രഗിൾസിൻ്റെയും വെറൈറ്റിയും ഗ്രാവിറ്റിയും ഒക്കെ ഡിഫറൻ്റ് ആണ്. പക്ഷെ എപ്പോഴും ഓർത്ത് നോക്കിയേ, നമ്മൾ പിടിച്ചു നിന്നത് അൾട്ടിമേറ്റ്ലി ഇങ്ങനെ ഒരു ഫെയ്ത്ത് നമുക്കുണ്ടായിരുന്നു, കർത്താവ് കൂടെ ഉണ്ടല്ലോ, നമുക്കൊരു ദിവസം കൂടെ നോക്കാം. എഴുന്നേക്കാൻ തോന്നാത്ത ദിവസങ്ങളിൽ നമുക്ക് തോന്നുന്ന ഇതാണ്, കർത്താവ് കൂടെ ഉണ്ട്, നമുക്കൊന്ന് നോക്കാം. ചിലപ്പോൾ നമുക്ക് ആ വിശ്വാസം ഉള്ളിലെങ്കിലും ഒരിക്കൽ പതിഞ്ഞ ആ വിശ്വാസം ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കയറി വന്നിട്ട് നമ്മൾ ചിലപ്പോൾ പിടിച്ചു നിൽക്കും, ഉറപ്പായിട്ടും പിടിച്ചു നിൽക്കും. ഇന്ന് ഈ ടോക്ക് കേൾക്കുന്ന ഈ ഒരു ദിവസം വരെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയെങ്കിൽ, ഇന്ന് സ്ട്രഗിൾസ് ഉണ്ടായിട്ട് നമുക്ക് ഒന്നുകൂടെ നോക്കാമെന്ന് തോന്നിയെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് തോന്നുന്നത് നമ്മളിലുള്ള ആത്മവിശ്വാസം അല്ല, അത് ഈശോയിലുള്ള അഗാധമായ നമ്മുടെ വിശ്വാസം കൊണ്ടാണ് നമ്മൾ പിടിച്ചു നിൽക്കുന്നത്. നമ്മളിലുള്ള ആത്മവിശ്വാസം, നമ്മളിലുള്ള കോൺഫിഡൻസ്, നമുക്ക് ചുറ്റുമുള്ള ആളുകളുടെ ശക്തിയോ ഒക്കെ നോക്കി പലപ്പോഴും നമ്മൾ സങ്കടപ്പെട്ടിട്ടില്ലേ? കാരണം അതെല്ലാം പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. മറ്റുള്ളവരിൽ ആശ്രയിച്ച് ചിലപ്പോൾ അത് നമ്മളെ ദുഃഖത്തിലേക്ക് എത്തിച്ചിട്ടുണ്ടാകും. നമ്മളിൽ തന്നെ ആശ്രയിച്ചിട്ട് അവസാനം ദൈവമേ ഞാൻ എന്തൊരു വട്ടപ്പൂജയാണെന്ന് തോന്നിപ്പോയ സമയങ്ങളുണ്ടാകും. നമുക്കിങ്ങനെ ട്രസ്റ്റ് ചെയ്ത് നിൽക്കണം. ആരെ? ഈശോയെ. ഹീസ് വിത്ത് യു, എൻ്റെ കൂടെ ഉണ്ട്. മുമ്പിലുള്ള ഉത്തരവാദിത്വം വലുതാണ്, മുമ്പിൽ ഇത് ചെയ്തു തീർക്കേണ്ട വലിയ കാര്യങ്ങളുണ്ട്. ഇതെങ്ങനെ ഇതിനെ ഓവർകം ചെയ്യുമെന്ന് നമുക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഒറ്റ ബോധ്യം അറിയണം, കർത്താവ് എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ എന്തായാലും ഇതിനെ അതിജീവിക്കും. ആ ഒരൊറ്റ പവറാണ്. അതായിരിക്കണം നമ്മൾ മുന്നോട്ട് നയിക്കുന്നത്. ചില മനുഷ്യരെയൊക്കെ കണ്ടിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ചേട്ടാ ഇതെങ്ങനെ പിടിച്ചു നിന്നു, എൻ്റെ പൊന്നേട്ടാ ഇതെങ്ങനെ സാധിക്കും എന്നൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയാതെ പറയുന്ന ഉത്തരം ഇതേ ഉള്ളൂ, ദിസ് ഈസ് ദ സീക്രട്ട്. എന്താണ് ആ പവർ? എൻ്റെ കൂടെ കർത്താവ് ഉണ്ടല്ലോ, നമുക്കൊരു ദിവസം കൂടെ നോക്കാം, നമുക്ക് ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്യാന്നൊക്കെ മനുഷ്യർ അവരുടെ ജീവിതം കൊണ്ട് അവിടെ പോയി കാണിച്ചിട്ടുണ്ട്. നിങ്ങളും ഇപ്പോൾ കേട്ടോണ്ടെങ്കിൽ നിങ്ങളും ആ ഒരു സുവിശേഷത്തിൻ്റെ സാക്ഷ്യമായി പിടിച്ചു നിന്ന് കർത്താവ് കൂടെ ഉള്ളതുകൊണ്ട്